ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമുക്ക് സൈനിക വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. നമുക്ക് സൈനിക വിമാനങ്ങൾ നഷ്ടമായിട്ടില്ല, നമ്മൾ കനത്ത തിരിച്ചടി നൽകി. എന്നാൽ ഇതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ള കാര്യം ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല. വിവിധ റിപ്പോർട്ടുകൾ വരുന്നു. അതായത് മുൻ യുദ്ധങ്ങളെ അപേക്ഷിച്ച്, അതായത് പാകിസ്ഥാനുമായി മുൻപ് നടന്ന 71-ലെയും കാർഗിലിലെയും യുദ്ധങ്ങളെ അപേക്ഷിച്ച് വ്യോമസേനയുടെ ഭാഗത്ത് ഇന്ത്യക്ക് കനത്ത ഒരു തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. അതായത് നിരവധി വിമാനങ്ങൾക്ക് നമുക്ക് സാങ്കേതിക തകരാറുണ്ടായി, ചില വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. എന്നാൽ അതിൻ്റെ എണ്ണത്തിൽ മാത്രമാണ് നമ്മളിപ്പോഴും ഒരു വ്യക്തത വരുത്താത്തത്. ചില വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും ഇത് സമ്മതിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് CDS എന്നാണ് അതിനെ ചുരുക്കപ്പേരിൽ വിളിക്കുക, അനിൽ ചൗഹാൻ നടത്തിയ പ്രസ്താവന ഓർക്കുക. അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മുടെ ചില വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ 6 വിമാനങ്ങൾ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ ചില വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ അതിനെ മറ്റു ചിലർ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു. അതായത് സാങ്കേതിക തകരാർ ഉള്ളതുകൊണ്ട് ചില വിമാനങ്ങൾ താഴെ ഇറക്കി, അതിനുശേഷം ആ തകരാർ പരിഹരിച്ച് ഇന്ത്യ തിരിച്ചടിച്ചു എന്ന തരത്തിൽ അനിൽ ചൗഹാൻ്റെ വാക്കുകളെ അങ്ങനെയും വ്യാഖ്യാനിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഇത് സംബന്ധിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. നമ്മുടെ സേനയോ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയമോ നമ്മുടെ പ്രതിരോധ മന്ത്രാലയമോ ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമോ ഒരു വ്യക്തതയോ ഇതുവരെ വരുത്തിയിട്ടില്ല. പ്രതിപക്ഷമടക്കം നിരവധി തവണ ആവശ്യമുന്നയിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾക്ക് സൈനിക വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ടോ, നമ്മുടെ പടക്കോപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്ത്, ഈ ആവശ്യങ്ങളെല്ലാം തന്നെ രാജ്യസുരക്ഷയുടെ ഒരു പേരിൽ അല്ലെങ്കിൽ സൈനിക രഹസ്യം എന്ന പേരിൽ ആ വിവരങ്ങൾ ഇപ്പോഴും നമ്മൾ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും സാധാരണ ഇന്ത്യയിലെ ഓരോ പൗരനടക്കം സാധാരണക്കാരടക്കം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ത്യയുടെ സേന, അതായത് ഈ പറയുന്ന തരത്തിലുള്ള നഷ്ടം നമുക്കുണ്ടായിട്ടുണ്ടോ, നമ്മൾ അഭിമാനിക്കുന്നത് പോലെ നമ്മുടെ സേനയ്ക്കുണ്ടായ ആ ഒരു മികവ്, അതിൻ്റെ വാസ്തവം എന്ത് എന്ന തരത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. നിലവിൽ ഞാനിത് പറയാൻ കാരണം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം, അതായത് ഇവിടെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു, അതിനെ രാഷ്ട്രീയ പ്രേരിതം അല്ലെങ്കിൽ അതിനെ ബാലിശമായ ആവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. മറ്റു പലരും, അതായത് സൈനിക ഉദ്യോഗസ്ഥർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അതുപോലും, അതായത് മുമ്പ് ഒരു ഇന്ത്യയുടെ ഒരു സൈനിക അറ്റോർണി മറ്റൊരു വിദേശ രാജ്യത്ത് ഇതേപോലെ സമാനമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇന്ത്യയുടെ ചില വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ. പക്ഷേ അതും നമ്മൾ കൃത്യമായ ഒരു വിശദീകരണം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് പുതിയ സംഗതി. അതായത് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കായി നടത്തിയ ഒരു അത്താഴ വിരുന്നിൽ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയാണ് ഇപ്പോൾ പ്രസക്തമാവുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് 4-5 വിമാനങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 5 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വിമാനങ്ങൾ നഷ്ടമായത് എന്നത് സംബന്ധിച്ച് ട്രംപ് വ്യക്തമാക്കുന്നില്ല. ഒരു പക്ഷേ അത് പാകിസ്ഥാൻ്റെ ആകാം, അല്ലെങ്കിൽ അത് ഇന്ത്യയുടേതാകാം. അത് അദ്ദേഹം ഏത് പക്ഷത്തിൻ്റെ ആണ് വിമാനങ്ങൾ നഷ്ടമായത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം തന്നെ വീണ്ടും അദ്ദേഹം തൻ്റെ പഴയ അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് ലഘൂകരിച്ചത് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചത് തൻ്റെ ഇടപെടലാണ്. 2 രാജ്യങ്ങളും തമ്മിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അത് സംബന്ധിച്ചുള്ള വിലപേശലാണ് യുദ്ധം അവസാനിപ്പിച്ചത്. അതായത് 2 ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള, ആണവ ശക്തികളായിട്ടുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് വ്യാപാര കരാറിലൂന്നിയുള്ള തൻ്റെ ഇടപെടലാണ്, തൻ്റെ നയതന്ത്രമാണ് വിജയിച്ചത് എന്നുള്ള അവകാശവാദം വീണ്ടും ട്രംപ് ഉന്നയിക്കുന്നു. എന്നാൽ ഈ കാര്യത്തിലും, അതായത് ഒരു ഒരു മധ്യസ്ഥൻ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഒരു മധ്യസ്ഥൻ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇനിയും നമ്മൾ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് തൻ്റെ അതൃപ്തി ഇക്കാര്യത്തിൽ അറിയിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതായത് 2 സൈനിക മേധാവികൾ തമ്മിൽ, ഇന്ത്യ പാകിസ്ഥാൻ 2 രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ നടത്തിയ ചർച്ചയുടെ ഫലമായാണ് ഈ തരത്തിലൊരു വെടിനിർത്തൽ ഉണ്ടായത് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് വ്യക്തമാക്കിയെങ്കിലും വീണ്ടും കിട്ടുന്ന വേദികളിലെല്ലാം തന്നെ
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ അവകാശവാദം ആവർത്തിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായി, അതായത് വസ്തുനിഷ്ഠമായി നിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ തെളിവുകൾ പുറത്തുവിടാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില കണക്കുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ ചർച്ചകൾ എപ്പോൾ നടന്നു, അതിൻ്റെ സമയക്രമം സംബന്ധിച്ചുള്ള ചില തെളിവുകൾ പുറത്തുവിട്ടെങ്കിലും കൃത്യമായി ഈ ആരോപണത്തെ അല്ലെങ്കിൽ ഈ അവകാശവാദത്തെ തള്ളിക്കളയാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ തന്നെ ചില വെളിപ്പെടുത്തലുകൾ കൂടി ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ എയർ മാർഷൽ AK ഭാരതി അദ്ദേഹം പാകിസ്ഥാൻ്റെ ചില വിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്ന് അവകാശപ്പെട്ടു. എന്നാൽ ഇന്ത്യൻ ഭാഗത്തു നിന്ന് കാര്യമായ നാശനഷ്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ അവകാശവാദം. പിന്നീട് പാകിസ്ഥാൻ ഈ അവകാശവാദത്തെ നിഷേധിക്കുകയും പാകിസ്ഥാൻ സൈന്യയുടെ ഒരു വിമാനത്തിന് ചില കേടുപാടുകൾ പറ്റി, എന്നാൽ അതേസമയം ഇന്ത്യയുടെ 6 വിമാനങ്ങൾ തകർത്തു, അതിൽ 3 റഫേൽ വിമാനങ്ങളുണ്ട് എന്നായിരുന്നു പാകിസ്ഥാൻ്റെ അവകാശവാദം. ഇത് നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയുകയും ചെയ്തു. അതായത് ഇന്ത്യക്ക് 6 വിമാനങ്ങൾ നഷ്ടമായിട്ടില്ല എന്നുള്ളൊരു നിലപാട് ഇന്ത്യ എടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് റഫേലിൻ്റെ അധികൃതർ, അതായത് റഫേലിൻ്റെ നിർമ്മാതാക്കളായ ദസോത്ത് ഏവിയേഷൻസ്, അതിൻ്റെ CEO നടത്തിയൊരു വെളിപ്പെടുത്തൽ ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയുടെ ഒരു റഫേൽ വിമാനം നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അത് ഏതാണ്ട് 12,000 അടി മുകളിൽ നടത്തിയ ഒരു പരിശീലന പറക്കലിനിടെ ചില സാങ്കേതിക തകരാർ വന്നത് സംബന്ധിച്ച് ഒരു വിമാനം ഇന്ത്യയുടെ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയി. അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഒരു റഫേൽ വിമാനം നഷ്ടമായി എന്ന തരത്തിൽ. പക്ഷേ പിന്നീട് നമുക്ക് അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വന്നു. അതായത് അത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് റഫേൽ വിമാനങ്ങൾ നഷ്ടമായിട്ടില്ല എന്ന് നമ്മൾ വാദിക്കുന്നതിനോടൊപ്പം തന്നെ റാഫേലിൻ്റെ ചില രഹസ്യ സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് ഈ ഒരു വാർത്തയെ നമ്മൾ നിഷേധിച്ചത്. അതായത് റഫേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ റഫേൽ വിമാനത്തെ രക്ഷിക്കാൻ വേണ്ടി റഫേലിൽ തന്നെയുള്ള ഒരു സംരക്ഷണ കവചം എക്സ്-ഗാർഡ് എന്ന് പറയുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പിന്നീടുണ്ടായി. ആ എക്സ്-ഗാർഡുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി അത് നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ ഫലപ്രദമായി അതിനെ നേരിട്ടു എന്നുള്ള തലത്തിൽ വെളിപ്പെടുത്തൽ ഇന്ത്യ നടത്തുകയുണ്ടായി. അതായത് ഇന്ത്യയുടെ സൈനിക വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. കുറച്ച് വിമാനങ്ങൾ അല്ലെങ്കിൽ 1-2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഒരു കൃത്യതയില്ലാത്തൊരു വിശദീകരണമാണ് ഇതുവരെ സൈനിക നേതൃത്വം അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക നേതൃത്വം ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് പാകിസ്ഥാനും അതേപോലെ തന്നെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ സേനയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇങ്ങനെ അവകാശവാദങ്ങൾ ആവർത്തിക്കുമ്പോൾ തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം ഉടൻ ഉണ്ടായേ പറ്റൂ. വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് എത്ര, അല്ലെങ്കിൽ നഷ്ടമായിട്ടില്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ത് എന്നുള്ളത് ഇനിയും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് പ്രസക്തമാണ്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് സൈനിക സാമഗ്രികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് പുറത്തുവിടണം, പറ്റുമെങ്കിൽ ഒരു പാർലമെൻറ്റ് സമ്മേളനം ഇതിനായി വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിനകത്തു നിന്നും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇടപെടലോടുകൂടി രാജ്യത്തിന് പുറത്തു നിന്നും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ പൊതുജനങ്ങളുടെ മൊത്തത്തിലൊരു അഭിപ്രായ രൂപീകരണം എന്ന നിലയിൽ വലിയൊരു സമ്മർദ്ദം അല്ലെങ്കിൽ വലിയൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യക്കുണ്ടായ സൈനിക സാമഗ്രികളുടെ നഷ്ടം അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി വെളിപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണ്. കാരണം ഇത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ പ്രതിപക്ഷം രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുന്നു, പാകിസ്ഥാൻ വലിയ അവകാശവാദം ഉന്നയിക്കുന്നു. ഇപ്പോൾ നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ കാര്യത്തിലൊരു നിലപാടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തു നിന്നും അതേസമയം തന്നെ പുറത്തു നിന്നും വലിയൊരു സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇത്തരം അവകാശവാദങ്ങൾ പൊള്ളയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള വസ്തുതകൾ വെളിപ്പെടുത്തുന്നതോടുകൂടി ഈ അവകാശവാദങ്ങളിൽ പൊള്ളത്തരമുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഈ അവകാശവാദങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുത എന്തെന്നുള്ളത് നമ്മൾ ഉടനടി പുറത്ത് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയുടെ സൈനിക ബലത്തെക്കുറിച്ച്, സൈനിക ശേഷിയെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് രാജ്യത്തിനകത്തായാലും പുറത്തായാലും.